സർക്കാർ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചതോടെ കാസർകോട്ടെ ചെങ്ങറ പുനരധിവാസ പദ്ധതി താളം തെറ്റി. പെരിയ വില്ലേജിൽ അനുവദിച്ച ഭൂമി പതിച്ചു നൽകാതെയും കൃഷിക്കും വാസയോഗ്യവുമല്ലാത്ത പ്രദേശം സർക്കാർ നൽകിയെന്നുമാണ് ആരോപണം. അടിസ്ഥാന സൗകര്യക്കുറവിനെ തുടർന്ന് ഗുണഭോക്താക്കൾ ഭൂരിഭാഗവും സ്ഥലം ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അത്യാവശ്യം ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഭൂമിയാണ് വേണ്ടത്. ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഞങ്ങളുടെ 126 ഏക്കർ ഭൂമി ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള നല്ല ഭൂമിയുണ്ട്. ഞങ്ങൾക്ക് ആ ഭൂമി ഞങ്ങൾക്ക് അത്യാവശ്യം അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. വേറെ ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളുടെ ആ ഭൂമി തന്നാൽ ഞങ്ങൾ വീട് വെക്കുക, അതൊക്കെ പിന്നത്തെ കാര്യം. വീട് വെക്കാതെ ഞങ്ങൾ അതിന് അയ്യത്ത് കിടന്നോളാം. ഞങ്ങളുടെ ആ ഭൂമി ഞങ്ങൾക്ക് ആദ്യം തന്നേച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ നാട്ടിൽ വന്നു നമ്മൾ കഴിച്ചോ കുടിക്കാൻ ചോദിക്കാനൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കാനുണ്ടോ? ഈ നാട്ടിലൊരു മനുഷ്യൻ ഞങ്ങൾ അന്യനാട്ടിൽ നിന്ന് വന്നവരാ. എൻ്റെ ഈ സാറ് മാത്രമുണ്ട്. എനിക്ക് വയ്യാതെ വരുമ്പോൾ എനിക്ക് കാശ് തരും. വീട്ടിൽ ചെന്ന് ആഹാരം ഇപ്പോഴും കണ്ടു പറയാം, കാല് വയ്യെങ്കിൽ വണ്ടിയും കൊണ്ടുവരാം, വീട്ടിൽ പോയി ആഹാരം കഴിക്കാൻ പറയുന്നുണ്ട്. ആ പൈസ ഇല്ലെങ്കിൽ എനിക്ക് പൈസ തരും. നാട്ടിൽ പോകാനൊക്കെ എനിക്ക് പൈസ തരും. അങ്ങനെയൊക്കെ എന്നെ സഹായിക്കാൻ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫെ, ഈ ഒരു ബജറ്റിൽ വയനാട് പുനരധിവാസത്തിന് കേരളത്തിനൊന്നും കിട്ടിയില്ല, ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് ഉറക്കെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും നടത്തിയിട്ടുള്ള പുനരധിവാസ പദ്ധതി തന്നെ താളം തെറ്റിക്കിടക്കുകയാണ്. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നടപ്പിലാക്കിയ പദ്ധതികൾ പോലും താളം തെറ്റി എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. ചെങ്ങറ പാക്കേജിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് കാസർകോട്ടെ പെരിയ വില്ലേജിൽ നാലക്കരയിൽ ഇവർക്ക് 166 ഏക്കർ സ്ഥലം അനുവദിച്ചു നൽകിയത്. 85 കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ സ്ഥലം അനുവദിച്ചു നൽകിയത്. പക്ഷേ ഈ ചിത്രത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കാട് മൂടിയൊരു പ്രദേശം, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു പ്രദേശം എങ്ങനെയാണ് വാസയോഗ്യമാക്കുക എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഇവരുടെ മുൻപിൽ നിലനിൽക്കുന്നത്. എന്തായാലും ഈ 85 കുടുംബങ്ങൾക്ക് 2010-ലാണ് സർക്കാർ ഭൂമി അനുവദിച്ചത്. പിന്നീട് ഇത്തരത്തിൽ ഭൂമി പതിച്ചു നൽകാനോ ഇവിടെ കൃഷി ചെയ്യാനോ ഇവർക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി പേർ ഇതിനോടകം തന്നെ ഈ സ്ഥലം വിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുൻപ് ആ സ്ത്രീയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവിടെ അവർക്കൊരു സഹായത്തിന് പോലും മറ്റൊരാളില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരമായിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ പ്രത്യക്ഷ സമര പരിപാടികൾ പലതും അവർ നടത്തിയിരുന്നു. പക്ഷേ അധികൃതരോ ബന്ധപ്പെട്ട അധികാരികളോ ഇത് ഗവനിക്കാൻ തയ്യാറായിട്ടില്ല. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഈ 166 ഏക്കർ സ്ഥലത്ത് ഇവർക്ക് നൽകിയിട്ടുള്ള, അതായത് സർക്കാർ ഉറപ്പു നൽകിയിട്ടുള്ള ഭൂമി അവർക്ക് പതിച്ചു നൽകുകയും അതിന് രേഖകൾ നൽകുകയും വേണം. രണ്ടാമതായി ശുദ്ധജലം, അതുപോലെ തന്നെ ശുചിമുറി, അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കണമെന്ന ആവശ്യം ഇവർ ഉയർത്തുന്നുണ്ട്. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മറ്റു കുടുംബങ്ങളെ കൂടി പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഈ പാക്കേജ് അക്ഷരാർത്ഥത്തിൽ താളം തെറ്റിയൊരു നിലയിലാണുള്ളത്. ഈ പലയിടത്തു നിന്ന് വന്ന ആളുകൾ ഇപ്പോൾ എങ്ങോട്ട് പോകണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. സർക്കാർ നൽകിയ ഭൂമിയിൽ താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഒരു മാതൃകാപരമായ ഒരു പദ്ധതിയാക്കി ഇത് മാറ്റേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഇല്ലെങ്കിൽ പല പാക്കേജുകളെ പോലെ ഈ പാക്കേജും അവതാളത്തിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് നിലവിലുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ 26 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. കാളിദാസ്. ശരി ജോസഫ്, എന്തായാലും ഈ ഒരു താളം തെറ്റിയ പുനരധിവാസ പദ്ധതിയിൽ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടി അറിയാനുണ്ട്. എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് എന്തായാലും അറിയാനുണ്ട്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.